ഇന്ത്യൻ ഷെയർ മാർക്കറ്റ് ഒരു അൺസർട്ടനിറ്റിയുടെ സാഹചര്യങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം ഗോൾഡ് പ്രൈസ് വളരെ നല്ല രീതിയിലുള്ള ഒരു ഹൈക്ക് കാണിക്കുന്നുണ്ട്. കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ടുള്ള ഗോൾഡിന്റെയും നിഫ്റ്റിയുടെയും പെർഫോമൻസിനെ കമ്പയർ ചെയ്ത് നമുക്ക് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യണോ അല്ലെങ്കിൽ നിഫ്റ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യണോ എന്ന വലിയ ഒരു കൺഫ്യൂഷൻ എല്ലാ ഇൻവെസ്റ്റേഴ്സിന്റെ മുമ്പിലും പൊതുവെ കാണാറുണ്ട്. അതിനെ നമ്മൾ മറ്റൊരു തരത്തിൽ പഠിക്കുകയാണെങ്കിൽ കഴിഞ്ഞ 15 വർഷം കൊണ്ട് നിങ്ങളുടെ 1 ലക്ഷം രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ഗോൾഡിലാണെങ്കിൽ ഏകദേശം 6 ലക്ഷം രൂപയായിട്ട് മാറിയിട്ടുണ്ട്. അതേ കാലയളവിൽ നിഫ്റ്റി അത് ചിലപ്പോ 7 ലക്ഷം രൂപയായിട്ട് വളർന്നിട്ടുണ്ടാവും. എന്നാൽ ഈ രണ്ടിനും മാർക്കറ്റിന്റെ ഒഴുക്കിനനുസരിച്ച് മാറി മാറി ഇൻവെസ്റ്റ് ചെയ്ത ഒരാൾക്ക് കിട്ടിയത് ഏതാണ്ട് 12 ലക്ഷത്തിന് മുകളിലാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇതൊരു ഭാഗ്യമായിട്ട് നമ്മൾ ഇതിനെ കാണേണ്ടതില്ല. കൃത്യമായിട്ട് കണക്കുകളുടെ ഒരു കളിയാണ്, അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജിയുടെ ഒരു രീതിയാണിത്. സ്റ്റോക്ക് മാർക്കറ്റ് കുതിക്കുമ്പോൾ നിഫ്റ്റിയിൽ കൂടുതൽ മുടക്കാനും മാർക്കറ്റ് ഇടിയുമ്പോൾ ഗോൾഡിലേക്ക് മാറാനും നമ്മുടെ മനസ്സ് പറയും. പക്ഷേ എപ്പോൾ വാങ്ങണം എപ്പോൾ വിൽക്കണം എന്നൊന്നും കൃത്യമായിട്ട് ആരും പറഞ്ഞു തരില്ല. ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരമാണ് കൃത്യമായിട്ട് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മാർക്കറ്റിലെ ട്രെൻഡ് നോക്കി വലിയ നഷ്ടങ്ങൾ ഒഴിവാക്കി ലാഭം മാത്രം ലക്ഷ്യമിടാൻ സഹായിക്കുന്ന സിമ്പിൾ ഗൈഡ്.